ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് ചെറുപയറും പിന്നെ ഒരു ബീട്രൂട്ടും വെച്ച് നല്ല അടിപൊളി കിടിലൊരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയതാണ് ഞാൻ ഈ ഒരു വലുപ്പത്തിനുള്ള ബീട്രൂട്ട് എടുത്ത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു അരക്കപ്പോളം ചെറുപയർ എടുത്ത് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിക്കുന്ന വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ്, അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ കുറച്ച് സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്, ഒരു സവാളന്റെ പകുതി. പിന്നെ എരിവിന് ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണൊക്കെ കൂട്ടാവേ. അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഈ എണ്ണ നല്ല ചൂടായത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് സവാള ഇട്ടപ്പോൾ ഈ ഒരു കളറിലേക്ക് എത്തിയത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ബീറ്റ്റൂട്ട് അത് ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ട് എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എണ്ണയിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ അതാണ് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയം ചേർക്കാം. ഞാൻ ചെറുപയർ വേവിച്ചപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പം നമ്മൾ ഇത് ബീട്രൂട്ടിലേക്കുള്ള ഉപ്പ് മാത്രം ഇപ്പൊ ചേർത്താൽ മതിയേ. ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ബീട്രൂട്ട് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനൊരല്പം, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കി, ഒന്ന് സൈഡ് കൊണ്ട് ഒതുക്കിയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പം അവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം നമുക്കൊരു ചെറിയ അരപ്പ് റെഡിയാക്കാം. അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുക്കാം. പൾസ് മോഡിലിട്ട് 2 വട്ടം ഒന്ന് കറക്കിയാൽ മതി. ഇതുപോലെ. ഇനി ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ എന്തായെന്ന് നോക്കാം. നമ്മുടെ ബീട്രൂട്ട് ആ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചെറുപയറുണ്ടല്ലോ, അത് ചേർക്കാം. അപ്പോൾ ചെറുപയറും ബീട്രൂട്ടും ഒരിക്കലെങ്കിലും തോരൻ വെച്ച് നോക്കണം കേട്ടോ. നല്ല കിടിലൻ കോമ്പിനേഷനാണ്. ഞാൻ പക്ഷേങ്കിൽ ഇങ്ങനെ വെക്കാറില്ലായിരുന്നു. ഈ അടുത്ത സമയത്ത് ഒരിക്കൽ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് വെച്ച് തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ, നല്ല ഇഷ്ടമായി. അപ്പോഴേ മനസ്സിൽ കണക്കൂട്ടി ഇനി എനിക്കിത് വീട്ടിൽ ഉണ്ടാക്കണം എന്ന്. എന്നാ പിന്നെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് കരുതി. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുത്താൽ മതി, അവർ കഴിച്ചോളും. അപ്പൊ നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്റെ മറവി എന്ന് പറഞ്ഞാൽ മതി, കറിവേപ്പില ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമ്മുടെ അരപ്പ്, അത് റെഡിയാക്കി അരപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ മിക്സിയുടെ ജാറിലെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ. ഇനി നല്ല പോലെ ഒന്നങ്ങ് ഇളക്കിയെടുത്താൽ മതി. അപ്പം ഈ ഇളക്കിയെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇനി ഉപ്പ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. അപ്പൊ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ എനിക്ക് പാകമായിരുന്നു കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ചേർത്താൽ മതി. അപ്പോൾ ചെറിയൊരു വെള്ളത്തിന്റെ നനവുള്ളത് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് നേരം തുറന്ന് വെച്ച് വേണമെങ്കിൽ വേവിക്കാം. പക്ഷെ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയർ ബീട്രൂട്ട് തോരൻ കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. കുട്ടികൾക്കും വലിയ വലിയ ആൾക്കാർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പൊ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ ഐറ്റം ആണ്. അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് മറക്കാതെ പറയാൻ വേണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ദാണ്ടെ ഇവിടെ സെറ്റ്
ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോഴേ എന്ത് ഭംഗിയാ നോക്കിക്കേ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.